അപ്പോൾ ഇതുവരെ നമ്മൾ എക്സ്റേ മെഷീനെ കുറിച്ച് നമ്മളാണ് പഠിച്ചത്. എക്സ്റേ മെഷീന്റെ അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എക്സ്റേ ഉണ്ടാവുന്നത്, ഒരു എക്സ്റേ ട്യൂബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പഠിച്ച ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്റേ ട്യൂബ് നമ്മൾ പഠിച്ചു. സ്റ്റേഷനറി ആനോഡ് ടൈപ്പ്, അതുപോലെ റൊട്ടേറ്റിംഗ് ആനോഡ് ടൈപ്പ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് കൂടുതൽ നല്ലത്, റൊട്ടേറ്റിംഗ് ആണോ അതോ സ്റ്റേഷനറി ആണോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സ്റ്റേഷനറി അല്ല, റൊട്ടേറ്റിംഗ് ടൈപ്പ് ആണ് കൂടുതൽ നല്ലത്. കാരണം കൂടുതൽ ലൈഫും കൂടുതൽ റിലയബിളും ഒക്കെ കിട്ടുന്ന ഇതാണ് റൊട്ടേറ്റിംഗ് ടൈപ്പ് എക്സ്റേ ട്യൂബുകളാണ്. പിന്നെ നമ്മൾ പഠിച്ച എക്സ്റേയുടെ പ്രോപ്പർട്ടീസ്, അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എക്സ്റേയുടെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സ്റേ മെഷീന്റെ ബ്ലോക്ക് ഡയഗ്രം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഇതാണ് ഒരു സാധാരണ എക്സ്റേ മെഷീൻ അല്ലെ. നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴെ ഒരു ബെഡ് ഉണ്ട്, ഒരു പേഷ്യന്റിനെ കിടത്താനുള്ള സ്ഥലമുണ്ട്. ആ എക്സ്റേ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ടേബിളിന്റെ പ്രത്യേകത വെച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും, അതായത് അതിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഏത് സൈഡിലേക്കും ചരിക്കാനും പറ്റുന്ന തരത്തിലാണ്. കാരണം എന്തായിരിക്കും, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എവിടെയാണ് പൊട്ടലുള്ളത് എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ആക്സിഡന്റ് കേസൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് അതിനെ പേഷ്യന്റിനെ കിടത്തി പിന്നെ അതുപോലെ ചരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം എന്തായിരിക്കും, ഈ ടേബിൾ ചരിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, എക്സ്റേ ട്യൂബ് അല്ലെ എക്സ്റേ എടുക്കുന്നത്. അപ്പൊ മുകളിൽ കാണുന്ന ആ ഒരു സീലിംഗിൽ ഹാങ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിറ്റിനെ പറയുന്ന പേരാണ് എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത്. ആ എക്സ്റേ ട്യൂബ് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ അല്ലെ, അതായത് അതിനെ 4 ഡയറക്ഷനിലേക്കും, ഇടത്തോട്ടും വലത്തോട്ടൊക്കെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ എക്സ്റേ ട്യൂബിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ഷനിലേക്കും, അതായത് ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് ബാക്കോട്ട്, അപ്പൊ ആ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക്, ഇപ്പൊ നമ്മുടെ പിന്നെ കാലിന്റെ ഞെരിയാണിയുടെ ഭാഗമാണ് പൊട്ടിയതെങ്കിൽ ആ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സ്പോട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് ഈ ട്യൂബിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഇത് എക്സ്റേ മെഷീന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് സി ആം എന്ന് പറയും. സാധാരണ ഓപ്പറേഷൻ തിയേറ്റർ ടേബിളുകളിലാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. സി ആം, അതായത് ഒരു സി ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്ത് താഴ്ഭാഗത്ത് എക്സ്റേ ട്യൂബും മുകൾ ഭാഗത്ത് എക്സ്റേ ഡിറ്റക്ടർ ആണ് അല്ലെങ്കിൽ എക്സ്റേ ഫിലിമാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് അതേപോലെ തന്നെ ഒരു പോർട്ടബിൾ ആണ്. പോർട്ടബിൾ മീൻസ് എന്താണ്, ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിനി എക്സ്റേ മെഷീനാണ് ഈ ചിത്രത്തിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സിയാമിന്റെ മറ്റൊരു രൂപമാണ്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ കാത്തീഡ്രൈസേഷൻ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സി ആം. ഇതാണ് മറ്റൊരു ഹയർ എൻഡ് എക്സ്റേ മെഷീൻ. ഇത് നമ്മൾ കാത്ത് ലാബ് എന്ന് പറയുന്നത്. ഇതിവിടെയാണ് എക്സ്റേ യൂണിറ്റും കാര്യങ്ങളും കിടന്ന ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേ മെഷീനാണ് എക്സ്റേ മെഷീൻ യൂണിറ്റ് അല്ലെങ്കിൽ എക്സ്റേ യൂണിറ്റ്. ഇതാണ് പോർട്ടബിൾ ആയിട്ടുള്ള അല്ലെ മൊബൈൽ വിത്ത് എന്താണ്, ഇതിനൊരു നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു വീൽ ഇവിടെ ഉണ്ട്. ഇതിനെ നമ്മൾ പോർട്ടബിൾ അല്ലെങ്കിൽ മൊബൈൽ എക്സ്റേ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, സാധാരണ ഒരു ഹയർ എൻഡ് യൂണിറ്റ്. ഇവിടെ നമുക്ക് 2 യൂണിറ്റുകൾ കാണാവുന്നതാണ്. ഒന്നൊരു എക്സ്റേ ട്യൂബ് കാണാം ഏറ്റവും മുകളിലായിട്ട്. പിന്നെ ഇടത്തെ സൈഡിലായിട്ട് ചുമരിനോട് ചേർന്നുകൊണ്ടുള്ള നിൽക്കുന്നതാണ് എന്ത്, ഇവിടെ നിന്നുകൊണ്ട് എക്സ്റേ എടുക്കുന്നതാണ് ഈ ഇടത്തെ സൈഡിൽ ഈ പറയുന്ന കാര്യങ്ങൾ. ഒരു സ്റ്റാൻഡ് പോലുള്ള സാധനങ്ങൾ. ഈ ബെഡിലാണ് സാധാരണ പേഷ്യന്റ് കിടന്നിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. ഓക്കെ, ഒരു എക്സ്റേ മെഷീന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചിത്രത്തിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ എന്താണ്, ഒരു എക്സ്റേ മെഷീന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റാത്ത ഏതെങ്കിലും ബ്ലോക്കുകളുണ്ടോ? ഒന്ന് ചിത്രം അനലൈസ് ചെയ്ത് നോക്കിയേ. ഒന്നാമത്തെ നോക്കാം, ഏറ്റവും താഴെ മെയിൻസ് എന്നുള്ള ഒരു ഘടകം നിങ്ങൾ കാണുന്നുണ്ടാവും. മെയിൻസ് അല്ലേ, മെയിൻസ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശബ്ദം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്താണ് തിരിച്ച് പറയണം, കിട്ടുന്നില്ല എന്ന് പറയണം കേട്ടോ, ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്തായിട്ട് എന്തുണ്ട്, അവിടെ മെയിൻസ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ കാണാം. എന്താണ് മെയിൻസ് എന്ന് പറഞ്ഞാൽ? അവിടെയാണ് നമ്മുടെ ഇതൊരു എക്സ്റേ മെഷീൻ എന്ന് പറയുന്ന ആക്ച്വലി എന്തായിരിക്കും, നമ്മുടെ ഒരു യൂണിറ്റ് ആയിരിക്കും അല്ലെ. എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ ഒരു എക്സ്റേ യൂണിറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവും. അപ്പൊ അവിടത്തേക്കാണ് കറണ്ട് വരിക. അതാണ് മെയിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു 3 ഫേസ് കറണ്ട് ആയിരിക്കും അവിടത്തേക്ക് വരുന്നത്. ഉടനെ തന്നെ എന്തുണ്ട്, ഒരു വോൾട്ടേജ് കോമ്പൻസേറ്റർ ഉണ്ട്. എന്തായിരിക്കും വോൾട്ടേജ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മുടെയൊക്കെ വീട്ടില് ഫ്രിഡ്ജ് ഉണ്ട് അല്ലേ.
ആ ഫ്രിഡ്ജ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലഗിലേക്ക് കണക്ട് ചെയ്യാണോ ചെയ്യുക, അതോ വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. വീട്ടിൽ ഫ്രിഡ്ജ് നേരെ അതിന്റെ പ്ലഗ് എടുത്തിട്ട് പിന്നെ നേരെ ഇതിലേക്ക് കുത്തുകയാണോ ചെയ്യാം? നേരെ പ്ലഗിലേക്ക് കുത്തുകയാണോ ചെയ്യാം? അതിന്റെ പവർ കേബിൾ എടുത്തിട്ട് ആണോ? ആരെങ്കിലും ഒരാൾ പറയൂ. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നേരെ നമ്മൾ ഫ്രിഡ്ജിന്റെ നേരെ പവർ കേബിൾ എടുത്തിട്ട് നേരെ പ്ലഗിലേക്ക് കുത്തുകയാണോ ചെയ്യാം? അല്ല. അതിന്റെ ഇടയിൽ വേറൊരു സാധനം ഉണ്ട്. ആ സാധനത്തിന്റെ പേരെന്താ? നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായ ഒരു ചെറിയൊരു സാധനം. ഏതാണത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ പേരാണ് സ്റ്റെബിലൈസർ എന്ന് പറയും. കേട്ടില്ലേ? സ്റ്റെബിലൈസർ, വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഒരു ചെറിയൊരു പെട്ടി പോലത്തെ സാധനം കാണാം. നമുക്ക് മിക്ക ഫ്രിഡ്ജിന്റെ സാധാരണ ഫ്രിഡ്ജിന്റെ മുകളിലാണ് ഈ സാധനം വെക്കുക. എന്നിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്ലഗിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്തിനാണ്? നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണ്? വോൾട്ടേജ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ല. വോൾട്ടേജ് കൂടാം, വോൾട്ടേജ് കുറയാം, ഒക്കെ സംഭവിക്കാം. ഒരു എക്സ്റേ സംബന്ധിച്ചിടത്തോളം, എക്സ്റേ മെഷീനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് അങ്ങനെ കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. എപ്പോഴും എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം. അല്ലെ? വോൾട്ടേജ് എന്തായിരിക്കണം? കോമ്പൻസേറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്തിട്ടിരിക്കണം എപ്പോഴും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ എക്സ്റേ മെഷീനിൽ നിന്ന് വരുന്ന എക്സ്റേ എന്തായിരിക്കും? കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യും? പേഷ്യന്റിലോ ഒക്കെ എന്ത് ചെയ്യും? അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു എക്സ്റേ യൂണിറ്റിലേക്ക് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കണം? സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് ആയിരിക്കണം. അപ്പോൾ വോൾട്ടേജ് കൂടാനോ കുറയാനോ സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വോൾട്ടേജ് കോമ്പൻസേറ്റർ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും? അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഇൻപുട്ട് യഥാർത്ഥമായ 430 വോൾട്ടേജ് അല്ലെങ്കിൽ 230 വോൾട്ടേജിൽ നിന്ന് കൂടുതലോ കുറയോ ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ വോൾട്ടേജ് കോമ്പൻസേറ്ററിന് വോൾട്ടേജ് എന്ത് ചെയ്യും? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 230 അല്ലെങ്കിൽ 460 വോൾട്ടേജ് ആയിരിക്കും മാറും. അല്ലെങ്കിൽ 430 ആയിരിക്കും അല്ലെങ്കിൽ 460 വോൾട്ടേജ്. കറക്റ്റ് ഔട്ട്പുട്ട് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് കൂടിയാലും കുറഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് കോമ്പൻസേറ്റർ ഉപയോഗിക്കുന്നത്. തൊട്ട് താഴെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടല്ലോ, അതെന്തിനായിരിക്കും? നമ്മുടെ വോൾട്ടേജ് റീഡ് ചെയ്യാൻ, അല്ലെ? ഇതിന്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് മാറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനൊരു വോൾട്ടേജ് റീഡ് ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്റർ അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ചിത്രത്തിലൂടെ നമ്മളങ്ങനെ കടന്നു പോയാൽ നമുക്കറിയാൻ പറ്റും, അവിടെ താഴെ വോൾട്ട് മീറ്ററിന് വലത് സൈഡിൽ നിന്നുണ്ട് ഒരു ഫിലമെന്റ് സപ്ലൈ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അല്ലേ? ഓക്കെ. അത് നേരെ എങ്ങോട്ടാ പോണത്? എക്സ്റേ ട്യൂബിലേക്കാണ് പോകുന്നത്. അതായത് എക്സ്റേ ട്യൂബിലെ ഫിലമെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫിലമെന്റ് സപ്ലൈ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോളിൽ നിന്ന് പോകുന്നത്. അതായത് ഫിലമെന്റിലേക്ക് ആവശ്യമായ എക്സ്റേ ട്യൂബിനുള്ളിൽ, കാഥോഡിനുള്ളിൽ എന്തുണ്ട്? ഫിലമെന്റ് ഉണ്ട്, അല്ലേ? ആ ഫിലമെന്റിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫിലമെന്റ് ചൂടായിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജും കറണ്ടും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫിലമെന്റ് സപ്ലൈ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ. അപ്പം അതിലൂടെ പോകുന്ന കറണ്ട് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് MA കൺട്രോൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ. മില്ലി ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വലത് സൈഡിലുള്ള എക്സ്റേ ട്യൂബിനുള്ളിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എക്സ്റേ ട്യൂബിന്റെ ഉള്ളിലൂടെ എന്തുണ്ട്? ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺസ് എന്തുമാത്രം ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഇലക്ട്രോൺസ് പോകണമെന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബാണ് മില്ലി ആംപിയർ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഫിലമെന്റ് സപ്ലൈ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ എന്ത് ചെയ്യും? നേരെ സിഗ്നൽ എന്ത് ചെയ്യും? എക്സ്റേ ട്യൂബിന്റെ ഉള്ളിൽ കയറും, അവിടെ കാഥോഡിനുള്ളിൽ ഫിലമെന്റിലേക്ക് പോകും. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും ഇടത്തെ സൈഡിലേക്ക് തന്നെ വരാം. വോൾട്ടേജ് കോമ്പൻസേറ്റർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വോൾട്ടേജ് കോമ്പൻസേറ്റർ നേരെ പോകുന്നത് ഹൈ ടെൻഷൻ സപ്ലൈയിലേക്കാണ്. ഹൈ ടെൻഷൻ സപ്ലൈ. ഓക്കെ. അവിടെ KV മീറ്ററിന് ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ആനോഡിൽ ഹൈ വോൾട്ടേജ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഒരു എക്സ്റേ ട്യൂബിൽ രണ്ട് തരത്തിലുള്ള സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫിലമെന്റിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് ആനോഡിലേക്ക് എന്ത് ചെയ്യുന്നത്? മറ്റൊരു വോൾട്ടേജ്, ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, അല്ലെ? ആനോഡ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലുണ്ടാവാം?
കാഥോഡിന്റെ അല്ലെങ്കിൽ ഫിലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുണ്ടാവുക, ഓപ്പോസിറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിത്രത്തില് താഴെ എക്സ്റേ ട്യൂബിന് താഴെ ഫിലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്റേ ട്യൂബിന് മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആനോഡ് വരുന്നത്. അവിടെ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 100 വോൾട്ട് 200 വോൾട്ട് അല്ല. എത്രയാണ്? 1000 വോൾട്ടേജ്, 2000 വോൾട്ട്, 10000 വോൾട്ടേജ് അല്ലെ, അത്ര ഹൈ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, ആനോഡിൽ നമ്മൾ കൊടുക്കുന്നത്. ആനോഡിൽ അങ്ങനെ വോൾട്ടേജ് കൊടുത്താൽ എന്ത് സംഭവിക്കുകയുള്ളൂ, ഇവിടെ കാഥോഡിനുള്ളിൽ വെച്ചിരിക്കുന്ന ഫിലമെന്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ് എവിടെ എത്തുള്ളൂ, ടാർഗറ്റിൽ വന്ന് ഇടിക്കുകയുള്ളൂ അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ കണ്ടതാണ്. ഓക്കെ, അതേപോലെ ടാർഗറ്റിൽ വന്ന് ഇടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആനോഡിൽ ഹൈ വോൾട്ടേജ് കൊടുക്കും അല്ലെ, നല്ലോണം പിടിച്ചു വലിക്കണം. എന്നാൽ മാത്രമേ ആനോഡിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ എക്സ്റേയുടെ കാഥോഡിനുള്ളിൽ വെച്ചിരിക്കുന്ന ഫിലമെന്റിന്റെ ഉള്ളിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ആനോഡ് എന്ന് പറയുന്ന ടാർഗറ്റിൽ വന്ന് ഇടിക്കുകയും ആ ഇടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് എക്സ്റേ ഉണ്ടാവുന്നത്. ആ ഉണ്ടാവുന്ന എക്സ്റേ ആണ് വലത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ച പോലെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈ ടെൻഷൻ സപ്ലൈ കൊടുക്കുന്നത്. അതായത് 230 വോൾട്ട് അല്ലെങ്കിൽ 460 വോൾട്ട് 460 വോൾട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് 1 കിലോ വോൾട്ട്, 2 കിലോ വോൾട്ട്, 10 കിലോ വോൾട്ട്, അതുപോലെ 20, 30, 50, 100 കിലോ വോൾട്ട്, അങ്ങനെ ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസ്ഫോമർ അടക്കമുള്ള സപ്ലൈ യൂണിറ്റ് ആണ് എന്ത്, ഹൈ ടെൻഷൻ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ടെൻഷൻ സപ്ലൈ കഴിഞ്ഞ പിന്നെ എങ്ങോട്ടാ അത് പോകുന്നത്, അതിനു മുമ്പ് ഹൈ ടെൻഷൻ സപ്ലൈയുടെ പുറത്തിരുന്ന KV സെലക്ടർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലെ. ഒരു KV സെലക്ടർ, കിലോ വോൾട്ടേജ് സെലക്ടർ. നമുക്ക് വെറുതെ ഒരു 100 വോൾട്ട് അങ്ങ് കൊടുക്കുകയല്ല, എന്താണ് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, KV കൂട്ടുകയും കുറക്കുകയും വേണം. ഓക്കെ, അതായത് ഒരു ചെറിയ കുട്ടിയുടെ എക്സ്റേ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം, KV കുറഞ്ഞത് മതി അല്ലെ. അതേസമയം നമ്മുടെ കൈയിന്റെ ഒരു വലിയൊരാളുടെ എക്സ്റേ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ KV വേണം, കൂടുതൽ ഡെപ്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പോയാൽ മാത്രമേ എന്തുള്ളൂ, എക്സ്റേ ഫിലിമിൽ അത് കറക്റ്റായിട്ട് പതിയുള്ളൂ. അപ്പൊ കുറഞ്ഞ ഡോസ്, അതുപോലെ കൂടിയ ഡോസ്, അതുപോലെ കുറഞ്ഞ പെനിട്രേഷൻ പവർ, കൂടിയ പെനിട്രേഷൻ പവർ, അത് തീരുമാനിക്കുകയാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ KV സെലക്ടർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ മനുഷ്യന്റെ തന്നെ ഒരു കൈയിന്റെ എക്സ്റേ എടുക്കാൻ എന്ത് മതി, കുറഞ്ഞ പെനിട്രേഷൻ പവർ മതി അല്ലേ. കൈയിന്റെ എക്സ്റേ എടുക്കാൻ കുറഞ്ഞ പെനിട്രേഷൻ. അതേസമയം നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗമാണ് വിചാരിച്ചോളി, അവിടെ നിന്നുണ്ട് ഒരുപാട് മസിൽ സെല്ലുകളുണ്ട്, അതുപോലെ ഫ്ലഷ് ഉണ്ട്, നല്ല തിക്ക് ബോൺ ഉണ്ട് എവിടെ, നമ്മൾ അരക്കെട്ടിന്റെ ഭാഗത്ത്. അപ്പൊ അവിടെ എക്സ്റേ എടുക്കാൻ എന്ത് വേണ്ടി വരും, ഉള്ളിന്റെ ഉള്ളിലേക്കൊക്കെ എന്തെങ്കിലും എല്ലൊക്കെ പൊട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അല്ലെ. ആ സമയത്ത് നമ്മൾ KV കൂട്ടി കൊടുക്കും. നേരത്തെ KV 2 KV 10 KV ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 50 KV 60 KV 80 KV വോൾട്ടേജ് ഒക്കെയാണ് എന്ത് ചെയ്യുക കൊടുക്കുക. ഇതിവിടെ ഹിപ്പിലൊക്കെ, അതായത് നമ്മുടെ അരക്കെട്ട് ഭാഗത്തൊക്കെ എക്സ്റേ എടുക്കുന്ന സമയത്ത് KV എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടി കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ KV കൂട്ടാനും കുറയ്ക്കാനുമാണ് എന്ത് ചെയ്ത് ഇവിടെ KV സെലക്ടർ എന്ന് പറയുന്ന ഒരു KV സെലക്ടർ, ഒരു നോബ് ഉണ്ട്. ഇത് എക്സ്റേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എക്സ്റേയുടെ പ്രാക്ടിക്കൽ നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ പോകും, അപ്പൊ നമുക്കത് മനസ്സിലാവും ആ എക്സ്റേ മെഷീന്റെ കാര്യം. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്ത KV ആയിരിക്കും എന്ത് ചെയ്യുന്ന ഹൈ ടെൻഷൻ വോൾട്ടേജ്, ഹൈ ടെൻഷൻ സപ്ലൈ വഴി നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. അപ്പൊ എത്രയാണോ സെലക്ട് ചെയ്ത് അത്രയും വോൾട്ട് എന്ത് ചെയ്യും ഇവിടെ KV മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യും കാണിച്ചു തരും. ഓക്കെ, പിന്നെ എന്തുണ്ട്, പിന്നെ വലത്തെ സെലക്ട് ഒരു റെക്ടിഫയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന AC വോൾട്ടേജ് ആണ്, നമ്മുടെ മെയിൻസിൽ നിന്ന് വരുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC വോൾട്ടേജ് തന്നെയാണ് ഇവിടെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റിയത്. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് പോയി, റെക്ടിഫയറിലേക്ക് പോയി. റെക്ടിഫയർ എന്താ ചെയ്യാ, നമുക്കറിയാം റെക്ടിഫയർ എന്ന് പറയുന്നതാണ് ACയെ DC ആക്കി മാറ്റുന്ന സാധനമാണ്. എന്തിനാണ് ഇവിടെ റെക്ടിഫയർ വെക്കുന്നത്, നമുക്കറിയാം എന്താണ്, എക്സ്റേ ട്യൂബിന്റെ ആനോഡിൽ എപ്പോഴും പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. ഒരു ACയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കഴിഞ്ഞാൽ അടുത്തത് നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിഗ്നൽ നമ്മുടെ ആനോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് വരും, അടുത്ത നെഗറ്റീവ് വരും. എക്സ്റേ മുറിഞ്ഞാണ് എക്സ്റേ വരിക അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് കിട്ടും, ഒരു സൈക്കിളിൽ തന്നെ 2 പോസിറ്റീവ്സ് കിട്ടും. ആ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, നമ്മൾ എക്സ്റേ ട്യൂബിന്റെ ആനോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആണ്, കാഥോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, റെക്ടിഫയർ ചെയ്ത സിഗ്നൽ ആണ് ഇവിടെ കൊടുക്കുന്ന എക്സ്റേ ട്യൂബിലേക്ക് കൊടുക്കും. അപ്പൊ സാധാരണ വൈവക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് എക്സ്റേ യൂണിറ്റിൽ ഒരു റെക്ടിഫയറിന്റെ ആവശ്യം എന്താണ്. അപ്പൊ നിങ്ങൾ പറയണം,
എക്സ്റേ ട്യൂബിൽ ആനോഡിലേക്കാണ് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കേണ്ടത്. ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാണ്. അതായത് എപ്പോഴും അവിടെ പോസിറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മളിവിടെ എക്സ്റേ യൂണിറ്റിൽ മെയിൻസ് വോൾട്ടേജ് ഹൈ ടെൻഷൻ വോൾട്ടേജ് ആണ് വരുന്നത്, അതായത് AC ആണ്. അപ്പോൾ AC ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വരും, അടുത്തത് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആവുന്ന സമയത്ത് എക്സ്റേ ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് ഇമേജിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് ആ നെഗറ്റീവ് സമയത്തും കൂടി പോസിറ്റീവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു റെക്ടിഫയർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അതിനെ ഫുൾ വേവ് റെക്ടിഫയറായി എല്ലാ സമയത്തും പോസിറ്റീവ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യും? ആനോഡിൽ കൊടുക്കും. അപ്പോൾ ആനോഡിൽ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ താഴെയുള്ള കാഥോഡിനുള്ളിൽ വെച്ചിരിക്കുന്ന ഫിലമെന്റിൽ നമ്മൾ ഫിലമെന്റ് സപ്ലൈന്ന് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ആ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഉണ്ടായി വരും. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മുടെ ആനോഡിൽ കൊടുത്തിരിക്കുന്ന ഹൈ വോൾട്ടേജ് കാരണം ആനോഡിലേക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യപ്പെടും. അട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ നടുവിലാണ് നമ്മൾ ടാർഗറ്റ്, ടങ്സ്റ്റൺ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ആ ടാർഗറ്റിൽ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യും. ഇല്ല, ഇലക്ട്രോൺസിനെ അവിടെ കൊണ്ട് ഇടിക്കും. അപ്പോൾ ആ ഇടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പുതിയൊരു വേവ് ഫോം ഉണ്ടായി വരും. ആ വേവ് ഫോമിനെ പറയുന്ന പേരാണ് എക്സ്റേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? ഇവിടെ അതായത് ഫിലമെന്റിൽ നിന്ന് എന്ത് ചെയ്തു? കുറേ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ആനോഡിലേക്ക് എത്തിച്ചേർന്നു. അത് മില്ലി ആംബിയർ റേറ്റിലാണ് വരിക. മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും. മില്ലി ആംബിയർ എന്നാണ്, അത് മില്ലി ആംബിയർ റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് കാഥോഡിൻ ഈ ഗ്യാപ്പിലൂടെ ആനോഡിൽ എത്തിച്ചേരുന്ന ഇലക്ട്രോൺസ് മില്ലി ആംബിയറുകൾ. ആ മില്ലി ആംബിയർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ മില്ലി ആംബിയർ മീറ്റർ എന്ന് പറയുന്ന സാധനം പറയുന്ന ഒരു മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ട്യൂബിലൂടെയുള്ള കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? MA കൺട്രോൾ ആണ്. ഓക്കെ, ഒരു എക്സ്റേ ട്യൂബിലൂടെയുള്ള കറണ്ട്, അതായത് എക്സ്റേയുടെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് മില്ലി ആംബിയർ കൺട്രോൾ എന്ന് പറയുന്ന ഒരു MA കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കൺട്രോൾ നമ്മൾ പഠിച്ചു. ഒന്ന് മില്ലി ആംബിയർ കൺട്രോളും രണ്ടാമത് KV സെലക്ടറും. ഇനി മൂന്നാമതൊരു ഫാക്ടർ കൂടി ഉണ്ട്. അപ്പോൾ KV എന്തിനാണ്? മില്ലി ആംബിയർ. ഇത് രണ്ടും സ്വല്പം വൈവൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് KV മില്ലി ആംബിയറും കൂട്ടിയാലും കുറച്ചാലും സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു KV കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെനിട്രേഷൻ പവർ കൂട്ടും. പെനിട്രേഷൻ പവർ, അതായത് എക്സ്റേയുടെ പെനിട്രേഷൻ പവർ കൂടും. അപ്പോൾ എന്തിനാണ് എക്സ്റേയുടെ പെനിട്രേഷൻ പവർ നമ്മൾ കൂട്ടുന്നത്? ഇപ്പം നമ്മുടെ വലിയ അഡൾട്ട് ആയിട്ടുള്ള വലിയ ആളുകളുടെയൊക്കെ ഡീപ്പായിട്ട് ഉള്ളിലുള്ള എല്ലുകളൊക്കെ പൊട്ടലുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഉദാഹരണം പറയുന്നത് നമ്മുടെ അരക്കെട്ടിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും എല്ലുകളൊക്കെ പൊട്ടലുണ്ടെങ്കിൽ അത്ര ഡീപ്പായിട്ട് എക്സ്റേ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ KV കൂട്ടി കൊടുക്കും. അതേസമയം നമ്മുടെ കൈകളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെന്ന് KV കുറയ്ക്കണം. അത് പെനിട്രേഷൻ പവറാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? KVയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. KV കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 1, 2, 3 അല്ലെങ്കിൽ അങ്ങനെയുള്ള കിലോ വോൾട്ടേജ് കൂട്ടി നമ്മൾ KV കൂട്ടി കഴിഞ്ഞാൽ പെനിട്രേഷൻ പവർ കൂട്ടും. ഇനി അടുത്ത ചോദ്യം, മില്ലി ആംബിയർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ട്യൂബിലൂടെയുള്ള മില്ലി ആംബിയർ കറണ്ട് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ട്യൂബിലൂടെയുള്ള മില്ലി ആംബിയർ കറണ്ട് കൂടിയാൽ എന്തായിരിക്കും? ഇമേജിന്റെ ക്ലാരിറ്റി നല്ല ഇമേജ് ആയിരിക്കും. ഓക്കെ, മില്ലി ആംബിയർ കൂടിയാൽ നല്ല പുതിയ ഫിലിം കാണുന്ന പോലെ ഉണ്ടാവും. മില്ലി ആംബിയർ കുറഞ്ഞ എന്തുണ്ടാവും? പഴയ കളർ ഫിലിം നിങ്ങൾ കണ്ടില്ലേ? പഴയ കളർ ഫിലിം എന്തായിരിക്കും? വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ആയിരിക്കും. ഇപ്പൊ മില്ലി ആംബിയർ എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്, ഇമേജിന്റെ ക്ലാരിറ്റിയാണ്. ഇപ്പൊ മില്ലി ആംബിയർ കൂടി കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നല്ല പിക്ചർ കിട്ടും. മില്ലി ആംബിയർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ക്ലാരിറ്റി, പിക്ചറിന്റെ ക്ലാരിറ്റി കുറയും. ഇനി ഒരു കാര്യം കൂടി ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? ഏറ്റവും മുകളിൽ അതൊരു ടൈമർ അല്ലെങ്കിൽ എക്സ്പോഷർ സ്വിച്ച് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയാം, പിന്നെ നിങ്ങൾ ആരെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു ക്ലിക്ക് എന്നുള്ള അല്ലെങ്കിൽ ഒരു ടിക്ക് എന്നുള്ള സൗണ്ട് മാത്രമേ എന്ത് കേൾക്കുള്ളൂ? ഒരു എക്സ്റേ എടുക്കുമ്പോൾ കേൾക്കും. അല്ലാതെ വേറെ ഒന്നും അവിടെ കാണാനോ കേൾക്കാനോ ഇല്ല, അല്ലേ? അപ്പോൾ എന്താ ഇവിടെ നമ്മൾ അതൊരു മാനുവൽ കൺട്രോൾ അല്ല. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഒരു എക്സ്പോഷർ സ്വിച്ച് പ്രസ് ചെയ്ത് വെക്കും. ഓക്കെ, എക്സ്പോഷർ അല്ല, ആദ്യം തന്നെ ഒരു ടൈമറാണ് നമ്മൾ സെറ്റ് ചെയ്യിക്കുന്നത്. എത്ര ടൈം? എത്ര മിനിറ്റ് നേരം വെക്കും സാധാരണ എക്സ്റേ എടുക്കാൻ? 5 മിനിറ്റ് എടുക്കുമോ? 10 മിനിറ്റ് എടുക്കുമോ? ഇല്ല, ഒരു 1 or 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് താഴെ മാത്രമേ എന്തുള്ളൂ? ഒരു എക്സ്റേ എടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? 1 or 2 സെക്കൻഡ്, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് താഴെ സമയം മതി എന്ത്? ഒരു എക്സ്റേ ഇമേജ് കറക്റ്റായിട്ട് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ എക്സ്റേ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ചെറിയൊരു ടിക്ക് എന്നുള്ള സൗണ്ട് മാത്രമേ നിങ്ങളവിടെ ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈം സെറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ടൈമർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യും? നമ്മൾ 10 മില്ലി സെക്കൻഡോ അല്ലെങ്കിൽ 100 മില്ലി സെക്കൻഡോ മതി എന്ത്? ഒരു എക്സ്റേ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയിട്ട് നമ്മൾ തൊട്ട് താഴെ വെച്ചിരിക്കുന്ന എക്സ്റേ ഫിലിമിൽ പതിഞ്ഞ് ഒരു ഫിലിമായി മാറാൻ എത്ര മതി? ഒരു 100 മില്ലി സെക്കൻഡ് മതി. അപ്പോൾ ആ ടൈം സെറ്റ് ചെയ്യാനാണ് ഇവിടെ ടൈമർ ഉപയോഗിക്കുന്നത്.
ഓക്കെ. അപ്പൊ നമ്മളൊരു എക്സ്പോഷർ സ്വിച്ച് പറഞ്ഞൊരു സാധനമുണ്ട്. ആ എക്സ്പോഷർ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എത്ര സമയത്തേക്കാണോ നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും സമയം എന്ത് ചെയ്യും, എക്സ്റേ ഓൺ ആകും, അപ്പൊ തന്നെ ഓഫ് ആകും. ഓക്കെ. ഓഫ് ആക്കുന്നത് നമ്മളല്ല, ഓൺ ആക്കുന്നത് മാത്രമേ എന്തുള്ളൂ നമ്മളുള്ളൂ. ഓക്കെ. എന്ത് ചെയ്യും, നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞ് 100 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഓൺ ആക്കി കഴിഞ്ഞ് 1 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും, എക്സ്റേ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ പാസ് ചെയ്ത് എന്ത് ചെയ്യും, എക്സ്റേ ഫിലിമിൽ നമ്മുടെ എല്ലിന്റെ അല്ലെങ്കിൽ പൊട്ടിയ എല്ലിന്റെ പടം പതിയും. ഓക്കെ. അപ്പൊ അതിനാണ് ടൈമർ. നമുക്കറിയാം, നമുക്ക് 1 സെക്കൻഡോ 2 സെക്കൻഡോ ഒന്നും ആവശ്യമില്ല എന്ത് എക്സ്റേ എടുക്കാൻ. ഒരു 100 മില്ലി സെക്കൻഡ് ഈസ് ഇനഫ്. അപ്പോൾ അത്രയും ഷോർട്ട് ആയിട്ടുള്ള ടൈമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ ഉപയോഗിക്കുന്നത്. ആ എക്സ്പോഷർ സ്വിച്ച് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്വിച്ച് ആണ്. അപ്പൊ അത് എക്സ്പോഷർ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു 100 മില്ലി സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, കറണ്ട് അല്ല എക്സ്റേ പാസ് ചെയ്യും, എന്നിട്ട് എന്ത് ഇമേജ് ബിൽഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഒരു എക്സ്റേയുടെ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളത്. ഇത് പരീക്ഷയ്ക്ക് 100% വരും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ബ്ലോക്ക് ഡയഗ്രം വിത്ത് എക്സ്പ്ലനേഷൻ വരിക. അപ്പൊ ഇത് പഠിക്കാതിരിക്കരുത്. ഈ ചാപ്റ്ററിൽ ഒന്നുപോലും പഠിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനില്ല. ഇത് ചിത്രം വരച്ച് തന്നെ പഠിക്കണം. വൃത്തിയായി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം മാത്രം വൃത്തിയായി വരച്ചാൽ 2-3 മാർക്ക് എന്തായാലും കിട്ടും. കുറച്ച് കാര്യം, ഈ ഓരോന്നിന്റെയും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 5 മാർക്ക് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ. ഈ മോഡ്യൂളിൽ ഒരു പ്രത്യേകത എന്താ, എക്സ്റേ ആണ് ഏറ്റവും കൂടുതലുള്ളത് ഈ മോഡ്യൂളിൽ. എക്സ്റേ പഠിച്ചാൽ മാത്രം എന്ത് നിങ്ങൾക്ക് ഈ മോഡ്യൂളിലുള്ള ഫുൾ മാർക്കും അല്ലെങ്കിൽ ആൾമോസ്റ്റ് 80% മാർക്കും കിട്ടും. ഏത് മോഡ്യൂൾ 4 ഓക്കെ. എക്സ്റേ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഇനി അതിന്റെ നോട്ട്സ് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. The entire circuit of an X-ray machine may be divided into 2 sections. 2 സെക്ഷനായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ എക്സ്റേയുടെ മെഷീൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. One of this section is used for producing high voltage which is applicable to the anode of the X-ray tube. ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ കൊടുക്കാനുള്ളതാണ്, എക്സ്റേ ട്യൂബിലേക്ക്. എക്സ്റേ ട്യൂബിന്റെ ആനോഡിലേക്ക് കൊടുക്കാനുള്ള ഹൈ വോൾട്ടേജ്, അതാണ് KV സെലക്ടർ. അപ്പൊ അതിലൊക്കെ എന്തൊക്കെയുണ്ട്, ഇറ്റ് കംപ്രൈസസ്, അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്, എ ഹൈ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്മൾ നേരത്തെ ഒരു ഹൈ ടെൻഷൻ സപ്ലൈ എന്ന് പറയുന്നില്ലേ, അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു ഹൈ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, ഫോളോഡ് ബൈ എ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ആണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കൂടെ തന്നെ എന്തുണ്ട്, ഒരു റെക്ടിഫയർ സർക്യൂട്ടും ഉണ്ട്. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ട്യൂബ് ഈസ് മെഷേർഡ് ബൈ എ മില്ലി അമ്മീറ്റർ. ആ ട്യൂബിനുള്ളിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മില്ലി അമ്മീറ്റർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. അതാണ് മില്ലി അമ്മീറ്റർ എന്ന് പറയുന്നത്. ദ വോൾട്ടേജ് ക്യാൻ ബി ആൾട്ടേർഡ് ബിറ്റ്വീൻ എക്സ്പോഷേഴ്സ് ബൈ മീൻസ് ഓഫ് KV സെലക്ടർ. അപ്പൊ KV സെലക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹൈ ടെൻഷൻ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനെ 2 ആക്കാം, 3 ആക്കാം, 5 ആക്കാം, 10 ആക്കാം, 20 ആക്കാം, 30 ആക്കാം, 50 ആക്കാം, അല്ലെങ്കിൽ 100 KV ആക്കാം. എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ. ദ വോൾട്ടേജ് ക്യാൻ ബി മെഷേർഡ് ഫ്രം ദ KV മീറ്റർ. അപ്പൊ KV മീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത KV എന്നാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് KV മീറ്റർ. ദ ഡ്യൂറേഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ KV ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ടൈമർ സ്വിച്ച്. അപ്പൊ എത്ര സമയത്തേക്ക് എക്സ്റേ നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്പോസ് ചെയ്യണമോ ആ സമയം സെറ്റ് ചെയ്യാനാണ് ടൈമർ ഉപയോഗിക്കുന്നത്. which in turn is controlled by the exposure switch. അപ്പോൾ എക്സ്പോഷർ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയമാണോ ടൈമറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും സമയം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ എക്സ്റേ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്നുപോയി എക്സ്റേ ഫിലിമിൽ പതിയും. The main voltage fluctuations are compensated with the help of a voltage compensator. ഏറ്റവും ആദ്യം എന്നുള്ള ഒരു വോൾട്ടേജ് കോമ്പൻസേറ്റർ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മെയിൻ വോൾട്ടേജ് ഫ്ലക്ച്വേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് കോമ്പൻസേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഇത്രയും ഭാഗങ്ങളാണ് ഹൈ വോൾട്ടേജിന്റെ ഭാഗം. ഇനി രണ്ടാമത്തെ എന്താണ്, നമ്മൾ ഫിലമെന്റ് സപ്ലൈ ആയിട്ട് ബന്ധം. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സർക്യൂട്ട് കൺട്രോളിംഗ് ദ ഹീറ്റിംഗ് ഓഫ് ദ ഫിലമെന്റ്. ഫിലമെന്റിനെ ചൂടാക്കാനും ഫിലമെന്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഉണ്ടാക്കാനുമാണ് രണ്ടാമത്തെ സപ്ലൈ ഉപയോഗിക്കുന്നത്. ദ ഫിലമെന്റ് ഈസ് ഹീറ്റഡ് വിത്ത് 6-12 വോൾട്ടേജ്. ഫിലമെന്റിൽ നമ്മൾ എത്ര വോൾട്ടാണ് കൊടുക്കുന്നത്, 6 മുതൽ 12 വോൾട്ട് വരെയാണ് കൊടുക്കുന്നത്. ഒരു AC സപ്ലൈ അറ്റ് കറണ്ട് ഓഫ് 3 to 5 ആംപിയർ. അപ്പോൾ സാധാരണ ചിലപ്പോൾ വൈവക്ക് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റിനോട് ചോദിക്കാം, ഫിലമെന്റ് സപ്ലൈ എത്ര വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ പറയണം 6 മുതൽ 12 വോൾട്ടാണ്. അതുപോലെ തന്നെ കറണ്ട് എത്രയാണ്, അതിന്റെ 3 to 5 ആംപിയർ.
അപ്പോൾ എന്ത് ചെയ്യും, ഫിലമെന്റിലേക്ക് നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് ഫിലമെന്റിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ദ ഫിലമെന്റ് ടെമ്പറേച്ചർ ഡിറ്റർമിൻസ് ട്യൂബ് കറണ്ട് ആൻഡ് ദെയർഫോർ ആൻ അറ്റാച്ച്ഡ് മില്ലി ആംപിയർ സെലക്ടർ. അപ്പോൾ ഫിലമെന്റ് കറണ്ട്, ഫിലമെന്റ് എന്ത് ചെയ്യും, ഫിലമെന്റിലേക്ക് നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഫിലമെന്റ് ചൂടാവാൻ തുടങ്ങും. ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും, അതിൽ നിന്ന് ബൈ തെർമയോണിക് എമിഷൻ, ആ ടെമ്പറേച്ചർ കാരണം അതിൽ നിന്ന് ഫിലമെന്റിൽ നിന്ന് ഇലക്ട്രോൺസ് ഉണ്ടാകും. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മൾ ആനോഡിൽ കൊടുത്തിരിക്കുന്ന ഹൈ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്ത കാരണം കാഥോഡിനുള്ളിലുള്ള ഫിലമെന്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്, ആനോഡിലുള്ളത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ആനോഡിലുള്ള ഹൈ വോൾട്ടേജ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഫിലമെന്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ടാർഗറ്റ് എന്ന് പറയാൻ ആനോഡിലേക്ക് പോകുകയും അവിടെയുള്ള ടാർഗറ്റിൽ കൊണ്ട് ഹിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് എക്സ്റേ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മില്ലി ആംപിയർ സെലക്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ. ആ മില്ലി ആംപിയർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, ട്യൂബിലൂടെയുള്ള അതായത് പിന്നെ ഫിലമെന്റിൽ നിന്നുള്ള ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, ആനോഡിൽ എത്തിച്ചേരുന്നത്. എ റിയോസ്റ്റർ കണക്ട് ടു ദ പ്രൈമറി ഓഫ് ദ ഫിലമെന്റ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ദ ഫിലമെന്റ് കറണ്ട്. അപ്പോൾ ഫിലമെന്റ് കറണ്ടിൽ എന്തുണ്ട്, ഫിലമെന്റ് വോൾട്ടേജ് ഫിലമെന്റിലേക്കുള്ള സപ്ലൈ കൺട്രോൾ ചെയ്യാനാണ് മില്ലി ആംപിയർ സെലക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സെലക്ഷൻ ഉണ്ട്, 3 സെലക്ഷൻ ഉണ്ട്. ഒന്ന് മില്ലി ആംപിയർ സെലക്ട് ചെയ്യാൻ, രണ്ടാമത്തത് KV സെലക്ട് ചെയ്യാൻ, മൂന്നാമത്തത് ടൈമർ സെലക്ട് ചെയ്യാൻ, എത്ര സമയം നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു പോകണം. അപ്പോൾ ഈ 3 സെറ്റിംഗ് പാടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പേഷ്യന്റിന്റെ എക്സ്റേ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വിചാരിക്കും. ഇതാണ് എക്സ്റേയുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല. നേരത്തെ നിങ്ങൾ എക്സ്റേ ട്യൂബ് കണ്ടിട്ടുണ്ടാവും, അതുപോലെ നിന്നിട്ട് എക്സ്റേ എടുക്കുന്ന ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും, അതുപോലെ കിടന്ന് എക്സ്റേ എടുക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ പിക്ചറിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റേയുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. ഇത് നമ്മൾ പുറമേ നോക്കിയാൽ കാണില്ല, ഉള്ളിൽ ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എവിടെ, എക്സ്റേ ഉള്ള സ്ഥലത്ത് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അവിടെ കുറേ സ്വിച്ചുകളൊക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറയുന്നത് മില്ലി ആംപിയർ കൺട്രോൾ സ്വിച്ച്, അതുപോലെ KV സെലക്ടർ, അതുപോലെ ടൈമർ സ്വിച്ച് എന്നൊക്കെ പറയുന്ന സമയം. അതുപോലെ അതിന് മില്ലി ആംപിയർ മീറ്ററും KV മീറ്ററും നമുക്ക് ഇതിന് മുകളിൽ കാണാം. ഈ വലത് സൈഡിൽ ഇവരെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടില്ലേ, ഒരു വലത് സൈഡിൽ ഒരു സാധനം, ഒരു റിമോട്ട് പോലത്തെ ഒരു സാധനം. ആ സാധനമാണെന്ത്, നമ്മുടെ എക്സ്പോഷർ സ്വിച്ച് എന്ന് പറയുന്നത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും നേരത്തേക്ക് മാത്രം എക്സ്റേ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകും. ഓക്കെ, കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഒരു സാധാരണ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുന്നത്. അവിടെയുള്ള എക്സ്റേ ടെക്നീഷ്യൻ എന്ത് ചെയ്യും, ഒരു കൺട്രോൾ യൂണിറ്റ്, കൺട്രോൾ ബോക്സിൽ പ്രത്യേക റൂമിലായിരിക്കും ഉണ്ടാവുക. ഉള്ളിന്ന് കണ്ണാടിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റിനെ കാണാൻ പറ്റും. എക്സ്റേ എടുക്കുന്ന അല്ലെങ്കിൽ എക്സ്റേക്ക് വേണ്ടി നിൽക്കുന്ന പേഷ്യന്റിനെ കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് സ്പോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ എക്സ്റേ ട്യൂബൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷമാണ് എക്സ്റേ ടെക്നീഷ്യൻ ഈ ക്യാബിനറ്റിനുള്ളിലേക്ക് വരിക. എന്നിട്ട് ടൈമും കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യും, ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ സെറ്റ് ചെയ്യും. എന്നിട്ട് എക്സ്പോഷർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കും, പേഷ്യന്റിന്റെ ശരീരത്തിലൂടെ എക്സ്റേ കടന്നു പോകും, ഫിലിമിലെത്തും. ഉണ്ടോ, ഇതാണ് പിന്നെ എക്സ്റേ കൺട്രോൾ. നമ്മൾ നേരത്തെ ഒരു എക്സ്റേ ടെക്നീഷ്യൻ നിൽക്കുന്ന കണ്ടില്ലേ, നിൽക്കല്ല, അവിടെ ഇരുന്ന് പണിയെടുക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അവരുടെ അടുത്തുള്ള കൺട്രോൾ സ്വിച്ചുകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. എക്സ്റേയുടെ യൂണിറ്റ് ഓഫ് എക്സ്റേ സാറിന് ചിലപ്പോൾ 1 വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ വൈവൊക്കെ ചോദിക്കാൻ സാധിക്കുന്ന എക്സ്റേയുടെ യൂണിറ്റ് എന്താണ്. റോൺജൻ ഈസ് എ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ എക്സ്റേ റേഡിയേഷൻ. ഇപ്പോൾ റോൺജൻ ആണ് എന്ത് പറയുന്നത്, റോൺജൻ അല്ലെങ്കിൽ മില്ലി റോൺജൻ അല്ലെങ്കിൽ മൈക്രോ റോൺജൻ ആണ് എക്സ്റേയുടെ യൂണിറ്റ് എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എക്സ്റേയുടെ പ്രൊഡക്ഷൻ, ഒരു എക്സ്റേ ബ്ലോക്കിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഫിലിമിൽ പതിയാനുള്ളതൊക്കെ പതിഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ എക്സ്റേ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. എക്സ്റേ എടുത്തു കഴിഞ്ഞു, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും, എക്സ്റേ കാസറ്റ് എന്ന് പറയുന്ന സാധനം, എക്സ്റേ ഫിലിം, അതിലാണ് പതിയുക അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു എക്സ്റേ ഫിലിം കാസറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെല്ലാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വലൈസേഷൻ ഓഫ് എക്സ്റേ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ മീൻസ് ഓഫ് സ്ക്രീൻ. 2 തരത്തിലുള്ള സ്ക്രീനുകളാണ് സാധാരണ 2 തരത്തിലുള്ള സ്ക്രീനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്റേ നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണ് സ്ക്രീൻ? They are intensifying screen in radiography and fluorescent screen in fluoroscopy. ഫ്ലൂറോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നതാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ന് പറയും. അതുപോലെ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഇൻ റേഡിയോഗ്രാഫിയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇന്റൻസിഫൈങ് സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഈ 2 തരത്തിലുള്ള സ്ക്രീനിങ് സ്ക്രീനിലൂടെയാണ് എന്ത് ചെയ്യും, നമ്മൾ എക്സ്റേ എടുത്ത ഇമേജിനെ നമ്മൾ കാണുന്നത്.
ഇതാണ് ഒന്നാമത്തെ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്ന ഇമേജ്. ഓക്കെ, ഈ ചിത്രം ഒന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ വലത്ത് സൈഡിൽ എന്തുണ്ട്? എക്സ്റേ ട്യൂബ് ഉണ്ട് അല്ലേ? വലത്ത് സൈഡിൽ എന്തുണ്ട്? എക്സ്റേ ട്യൂബ് ഉണ്ട്. എക്സ്റേ ട്യൂബിൽ നിന്ന് എന്ത് എക്സ്റേ പുറത്തേക്ക് വരുന്നു. അത് പേഷ്യൻ്റ് എന്ന് പറയുന്ന ആ ഒരു കറുത്ത ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ഇവിടെ നമുക്ക് വലത് സൈഡിൽ കാണാം, വലത് സൈഡിലുള്ള ആ പേഷ്യൻ്റ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ എക്സ്റേ പോകുന്നു. അവിടെ ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം അല്ലേ? അതായത് എക്സ്റേ പോകാത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? കറുത്തതായിട്ട് അവിടെ കാണും. എക്സ്റേ പോകാത്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? എല്ലുള്ള ഭാഗങ്ങൾ അല്ലേ? എല്ലിൻ്റെ ഉള്ളിലൂടെ എക്സ്റേ പുറത്തേക്ക് പോകില്ല. എല്ലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? മാക്സിമം അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലുള്ള ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? ഇവിടെ കറുത്തതായിട്ട് കാണും അല്ലേ? എല്ലില്ലാത്ത ഭാഗങ്ങളോ? എല്ലില്ലാത്ത നമ്മുടെ മനുഷ്യശരീരത്തിൽ നമ്മൾ മാംസമുള്ള ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? വെളുത്തതായിട്ടും കാണും. കാരണം എന്താ? കാണാനുള്ള കാരണം എന്താ? അവിടെയാണ് എക്സ്റേ ഉള്ളത്. അപ്പൊ ആ ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ത് ചെയ്യും? ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ പ്രത്യേകത എന്താണ്? എവിടെയാണോ എക്സ്റേ പതിയുന്നത് അവിടെ എന്ത് ചെയ്യും? അത് ഫ്ലൂറസെന്റ് ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, എക്സ്റേ നമുക്ക് കാണാൻ പറ്റൂലല്ലോ. എക്സ്റേ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനം, ഇൻവിസിബിൾ ആണ് അത്. പക്ഷേ എന്താണ്? ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനിൽ എക്സ്റേ വന്ന് ഇടിച്ചാൽ എന്ത് ചെയ്യും? അവിടെ ലൈറ്റ് കാണും, അവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും. അതാണ് ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ പ്രത്യേകത. അപ്പോൾ എക്സ്റേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് എവിടെയാണോ ആ എക്സ്റേ പതിയാത്തത് ആ ഭാഗത്ത് നമ്മൾ കറുപ്പായിട്ട് കാണും. കാരണം എന്താ? അവിടെ എക്സ്റേ പതിയുന്നില്ല. എക്സ്റേ പതിയുന്ന സ്ഥലത്ത് എന്തായിരിക്കും? വെളുത്ത കളറും. എക്സ്റേ പതിയാത്ത സ്ഥലത്ത് ചിത്രത്തിൽ കാണുന്ന പോലെ കറുത്ത കളറുമായിരിക്കും ഉണ്ടാവുക. ഇതാണ് സാധാരണ ഒരു ഫ്ലൂറോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ഫ്ലൂറസെന്റ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ഇത് എക്സ്റേ ഫിലിം അല്ല കേട്ടോ, ഫ്ലൂറസെന്റ് സ്ക്രീനാണ്. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഫ്ലൂറസെന്റ് സ്ക്രീനിൽ എങ്ങനെയാണ്? ഫ്ലൂറസെന്റ് സ്ക്രീനിൽ എവിടെയാണോ എക്സ്റേ പതിയാത്തത് ആ ഭാഗത്ത് കറുത്ത കളറും എവിടെയാണോ എക്സ്റേ പതിയുന്നത് അവിടെ വെളുത്ത കളറുമാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് എക്സ്റേ ഫിലിം അല്ല, ഇതാണ് ഫ്ലൂറസെന്റ് സ്ക്രീനാണ്. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ടാമത് വിഷ്വലൈസേഷൻ എക്സ്റേയിലെ രണ്ടാമത്താണ് എന്ത്? ഇമേജ് ഇന്റൻസിഫൈങ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇമേജ് ഇന്റൻസിഫൈങ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നുപോയ എക്സ്റേ താഴെയുള്ള ഇമേജ് ഇന്റൻസിഫൈങ് സ്ക്രീനിൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോകും. ഓക്കെ, അപ്പോൾ എക്സ്റേ ബീം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്റൻസിഫൈങ് സ്ക്രീനിൽ ഇൻപുട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? എക്സ്റേ എന്താക്കി മാറ്റും? ഇലക്ട്രോൺസ് ആക്കി മാറ്റും. കണ്ടോ? ഇന്റൻസിഫൈങ് സ്ക്രീനിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉണ്ടാവും. ആ എക്സ്റേ ബീം അതായത് നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ അടിയിലാണ് എന്തുണ്ടാവുക? ഈ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്റേ ഫിലിം ഉണ്ടാവുക. ഓക്കെ, അവിടെ നമ്മൾ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ ഈ എക്സ്റേ വന്ന് പതിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഓക്കെ, ആ ഇലക്ട്രോൺസ് അപ്പോൾ അങ്ങനെ ഓരോ എക്സ്റേ വന്ന് പതിയുന്ന ഓരോ പോയിന്റിലും എന്തെയും ഇലക്ട്രോൺസ് ഉണ്ടാകും. ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? നമ്മളൊരു ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുക. ഇവിടെ വലത്തെ സൈഡിൽ ഏറ്റവും വലത്തെ സൈഡിൽ എന്തുണ്ട്? ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ. നമുക്ക് ടി വി കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള വിഷ്വലൈസേഷൻ. രണ്ട് തരത്തിലുള്ള സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഓക്കെ, ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സംഭവമാണ് എന്ത്? എക്സ്റേ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇത് സാധാരണ സി ആം എന്ന് പറയുന്ന ഒരു എക്സ്റേ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ല, സി ഷേപ്പിലുള്ള, അവിടെയാണ് ഈ സാധനങ്ങൾ സാധാരണ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉപയോഗിക്കും. എങ്ങനെയാണ് ഇന്റൻസിഫൈങ് സ്ക്രീനിൽ ചെയ്യുന്നത്? ഇടത്തെ സൈഡിൽ നിന്ന് എക്സ്റേ ബീം നമ്മുടെ ഇന്റൻസിഫൈങ് സ്ക്രീനിൻ്റെ ഉള്ളിൽ കയറി എന്ത് സംഭവിക്കും? അവിടെ നിന്ന് എക്സ്റേ പതിയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഉണ്ടാകും. ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? വലത് സൈഡിലുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? നല്ല ഷാർപ്പ് ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിലൂടെ എന്താണ് പറയുക, ഓരോരോ കമ്പികൾ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഇന്റൻസിഫൈങ് സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത്? എങ്ങനെയാണ് ഈ വിഷ്വലൈസേഷൻ ഈ എക്സ്റേ യൂണിറ്റിൽ ഇത് എങ്ങനെ ഉണ്ടാകുന്നത്? എക്സ്റേസ് ആർ അബ്സോർബ്ഡ് വെൻ പാസ് ത്രൂ എ സർട്ടൺ മെറ്റീരിയൽ. ചില പ്രത്യേക മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെ എക്സ്റേ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേറൊരു വേവ് ഫോം അല്ലെങ്കിൽ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറും. ദിസ് മെറ്റീരിയൽസ് റീ എമിറ്റ്
എനർജി ഇൻ ദ ഫോം ഓഫ് വിസിബിൾ ഫോട്ടോൺ. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിൽ ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടു നോക്കിയേ. ഇവിടെ ആദ്യം എക്സ്റേ ബീം ഇവിടെ വന്നിടിക്കുന്നു, ഇടത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, സ്ക്രീനിൽ വന്നിടിക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, വന്നിടിക്കുന്ന പോയിന്റിൽ നിന്ന് ഇലക്ട്രോൺസ് ഉണ്ടായി വരുന്നു അല്ലെ, പുതിയ ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ പുതിയൊരു ഇലക്ട്രോൺ ഉണ്ടായി വരികയാണ്. ഇതാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, വിഷ്വലൈസേഷൻ ഓഫ് എക്സ്റേ സ്ക്രീനിൽ സംഭവിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ബീയിങ് എമിറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റേ എനർജി. അപ്പൊ എന്തുമാത്രം ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം എക്സ്റേ അതിലേക്ക് വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഹെൻസ് എനി പാറ്റേൺ ഓഫ് ഇന്റൻസിറ്റി ഓഫ് എക്സ്റേ ബീം വിൽ ബി കൺവേർട്ടഡ് ടു ദ ഐഡന്റിക്കൽ വിസിബിൾ പാറ്റേൺ. ഈ എക്സ്റേയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എക്സ്റേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ എക്സ്റേ ആദ്യം എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ആക്കി മാറ്റും. ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, നമ്മളൊരു വിസിബിൾ ഫോട്ടോൺ, ഒരു വിസിബിൾ പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യും, മാറ്റും. അങ്ങനെയാണ് നമ്മൾ എക്സ്റേയുടെ ഇമേജിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോഗ്രാഫിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ റേഡിയോഗ്രാഫി ഇന്റൻസിഫൈങ് സ്ക്രീൻ മേ ബി യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് എക്സ്റേ ഫിലിം. എക്സ്റേ ഫിലിമിന്റെ കൂടെ ഇന്റൻസിഫൈങ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് ടു പ്രൊഡ്യൂസ് എ ബെറ്റർ ഡിഫൈൻഡ് പാറ്റേൺ ഓഫ് എക്സ്റേസ്. ഓക്കെ, ഒരു ഇന്റൻസിഫൈങ് സ്ക്രീനും കൂടി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റേ ഫിലിമിലേക്ക് അല്ലെങ്കിൽ എക്സ്റേ ഫിലിമിന്റെ കൂടെ intensifying screen may be used in conjunction with X-ray film. In conjunction with എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റേ ഫിലിമിന്റെ കൂടെ ഇന്റൻസിഫൈങ് സ്ക്രീൻ വളരെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഇന്റൻസിഫൈങ് സ്ക്രീനിന്റെ ഉള്ളിലായിട്ടാണ് എക്സ്റേ ഫിലിം വെക്കുക. ഓക്കെ, നമ്മുടെ ഇതിൽ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. ദ എക്സ്റേസ് വിൽ ഫസ്റ്റ് ഹിറ്റ് ഓൺ ദ സ്ക്രീൻ. എക്സ്റേ എന്ത് ചെയ്യും, ആദ്യം സ്ക്രീനിൽ ഹിറ്റ് ചെയ്യും. ആൻഡ് ഗെറ്റ് അബ്സോർബ്, എന്നിട്ട് അവിടെ അബ്സോർബ് ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഫോട്ടോൺസ് ഉണ്ടാകും. The screen material re-emit the X-ray photons in the form of visible pattern. അപ്പോൾ എക്സ്റേ ഈ പറയുന്ന സ്ക്രീൻ മെറ്റീരിയൽ എന്ത് ചെയ്യും, എക്സ്റേയെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ ഒരു വിസിബിൾ പാറ്റേൺ, അതായത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള പുതിയൊരു വിസിബിൾ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇതാണ് സാധാരണ പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ദ നമ്പർ ഓഫ് വിസിബിൾ ഫോട്ടോൺ എമർജിങ് ഫ്രം ദ സ്ക്രീൻ. ഈ സ്ക്രീനിൽ നിന്ന് വരുന്ന വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺസ് എന്താണ്, വിൽ ബി വെരി ഹൈ ആസ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് ഇൻസിഡന്റ് എക്സ്റേ ഫോട്ടോൺസ്. ഇപ്പൊ എക്സ്റേയുടെ എമൗണ്ട് കുറവാണെങ്കിലും പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദ നമ്പർ ഓഫ് വിസിബിൾ ഫോട്ടോൺസ് എമർജിങ് ഫ്രം ദ സ്ക്രീൻ. സ്ക്രീനിൽ നിന്നും എമർജ് ചെയ്യുന്ന ഈ വിസിബിൾ ഫോട്ടോൺ എന്ന് പറയുന്നത് വിൽ ബി വെരി ഹൈ, വളരെ കൂടുതലായിരിക്കും, ആസ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് ഇൻസിഡന്റ് എക്സ്റേ ഫോട്ടോൺ. അപ്പൊ ആ സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുന്ന എക്സ്റേനെക്കാട്ടിലും കൂടുതൽ എന്ത് ചെയ്യും, വിസിബിൾ ലൈറ്റ് ഉണ്ടായി വരും. ഹെൻസ് അതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് വിസിബിൾ ഫോട്ടോൺസ് ആർ നൗ അവൈലബിൾ ടു ഹിറ്റ് ദ എക്സ്റേ ഫിലിം. അപ്പോൾ ആ സ്ക്രീന് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്റേ ഫിലിം വെക്കുന്നത്. ഏത്, ഇന്റൻസിഫൈങ് സ്ക്രീന് കഴിഞ്ഞിട്ടാണ് എക്സ്റേ ഫിലിം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും, കൂടുതൽ വിസിബിൾ ലൈറ്റ് എവിടെ എത്തും, എക്സ്റേ ഫിലിമിലെത്തും. ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഫോട്ടോൺസ് വിൽ ബി പ്രൊഡ്യൂസ് ലാർജ് ലേറ്റന്റ് ഇമേജ് ഓൺ ദ ഫിലിം. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ ലൈറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് എവിടെ കിട്ടും, നമുക്ക് നമ്മുടെ എക്സ്റേ ഫിലിമിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോഗ്രാഫിയിൽ, അതുപോലെ തന്നെ എക്സ്റേയുടെ വിഷ്വലൈസേഷൻ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി ഒരു 5 minutes കൂടി സമയമുണ്ട്.